ശ്രമം നടന്നപ്പോൾ കസ്റ്റഡിയിലെടുത്ത വാഹനം ഓഫീസിൽ എന്നെ നനയ്ക്കത്തൊന്നുമില്ല താമസമില്ലാത്ത അറിയാം. പോലീസുകാർ നിർദ്ദിച്ച് പരിക്കേറ്റ പ്രവർത്തകരാണ്. DCC ഓഫീസിന്റെ ഗേറ്റ് ഇങ്ങനെ തുറന്നു കിടക്കുക. കയറാൻ പറ്റുന്ന പോലീസുകാരുടെ ഞങ്ങളുടെ പ്രവർത്തനം കയറി പിടിക്കട്ടെ. ഏതെങ്കിലും ക്രിമിനലുകളാകുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് പറയുന്ന ആളുകളെ ഞങ്ങൾ പിടിച്ചു കൊടുക്കാം. ഉണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളുടെ ഒരൊറ്റ പ്രവർത്തകനെ ഈ പടിക്കെട്ട് കിടന്നിട്ട് പോലീസുകാരെ പിടിച്ചുകൊണ്ടിട്ടാണ്. അത്രേ ഉള്ളൂ. ഞങ്ങൾ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ പ്രകോപനത്തിനില്ല, പക്ഷെ പ്രതിരോധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. ഞങ്ങൾ തല്ലുകൊള്ളാനില്ല. ഞങ്ങൾ പ്രതിരോധിക്കും. ഇന്ന് പ്രതിരോധിച്ചു, നാളെ പ്രതിരോധിക്കും. അത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. വളരെ കൃത്യമാണ്. ഞാൻ ആളുകൾ പിടിച്ചു ആദ്യം ചെയ്യേണ്ടത് അതൊക്കെ ഞങ്ങളുടെ വനിതാ പ്രവർത്തകർ പുലിയെ ഞങ്ങളുടെ വനിതാ പ്രവർത്തകരെ പിന്നെ പോലീസുകാർ നക്ഷത്രത്തിനും വെച്ചുകൊണ്ട് പ്രയാസമല്ല. അത് ഞങ്ങൾ അനുവദിക്കില്ല. SFIയുടെ വനിതാ നേതാക്കന്മാരോടുള്ള സമീപനമായിരുന്നല്ലോ ഞങ്ങളോട്. ഇന്നിപ്പോ ഒന്ന് കഴിയുന്നു. പ്രതിപക്ഷ നേതാവ് ഞങ്ങളെ അടക്കമുള്ള ആളുകളെ സംസാരിച്ച് DCCയിലേക്ക് കൊണ്ടുവന്നതാണ്. DCCയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അനാവശ്യമായിട്ട് പോലീസുകാർ കൊണ്ടുവന്നിരിക്കുന്നത് DCC കാവൽ ആവശ്യപ്പെട്ടു അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഞങ്ങളുടെ DC അവിടെ നിൽക്കല്ലേ, സെയിം രണ്ടുപേരും നിൽക്കല്ലേ. അനാവശ്യമായിട്ട് സമരക്കാരെ DCSC ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് DC ഒന്ന് നോക്കട്ടെ. ഈ പാർട്ടി ഓഫീസിന്റെ ഗേറ്റ് ഒന്ന് കടന്നു അവരാരെയാ തേടുന്നത്? ഞങ്ങൾ എന്തെങ്കിലും അക്രമം നടത്തും? സമരക്കാരെ തേടാൻ അവരാരാ? സമരം നടത്തിയവരെ എവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. അതല്ലാതെ പിന്നാലെ വന്ന് പാർട്ടി ഓഫീസിനകത്തുനിന്ന് ഏതെങ്കിലും പ്രവർത്തകനെ കൊണ്ടുപോകാൻ പറ്റുന്ന പോലീസുകാരനെ കിടക്കട്ടെ, നമ്മൾ നോക്കാം. ഞങ്ങളെല്ലാം തുടരും. ഇതിനകത്ത് ഒരുത്തനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കട്ടെ, പോലീസ് നോക്കട്ടെ. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരുന്നുണ്ട്. മൊബൈൽ മാറ്റോ. ഞങ്ങള് പിന്നെ പോലീസോട് ഇവിടുന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ആവശ്യത്തിലധികം ആളുകൾ, 2 പെൺകുട്ടികൾ ഉൾപ്പെടെ അകാരണമായിട്ട് അവര് പിന്നെ കരുതൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. സാധാരണ ഇതിലും വലിയ പ്രകോപനം ഉണ്ടാകുമ്പോൾ പോലും ഇത്രയും പേരൊന്നും അറസ്റ്റ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് പോരാണ്ട് ഇവിടെ വന്നിട്ടുള്ളത് ആരുടെയെങ്കിലൊക്കെ മേലെ തന്നെ ഉത്തരവ് കൊണ്ടാണ്. പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ടല്ല, അത് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ്. അത് മേലെ നിന്നുള്ള ഉത്തരവായിരിക്കും. ആ ഉത്തരവ് അവരവിടുന്ന് കിട്ടി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ മുമ്പിൽ നിന്ന് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകണതിൻ്റെ ഉള്ളിലൊക്കെ കയറണം എന്ന് പറയുമ്പോൾ അംഗീകരിച്ചോന്ന് പറഞ്ഞിട്ട് വഴിമാറി കൊടുക്കാൻ പറ്റും. അല്ല, ഞങ്ങളാരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ. ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നത് എന്താണ്, കല്യാശ്ശേരി തൊട്ട് കൊല്ലം വരെ എന്തായിരുന്നു പോലീസിൻ്റെ സമീപനം? എത്ര ക്രൂരമായ മർദ്ദനങ്ങളെയാണ് പോലീസ് രസിച്ചു നോക്കി നിന്നത്. പോലീസിലാത്തിക്കൊണ്ട് ഓടുന്നതിൻ്റെ കൂടെ DYFIക്കാരൻ ഇരുമ്പ് വടി കൊണ്ട് ഓടുന്നതിൻ്റെ വീഡിയോ വിഷ്വലും ദൃശ്യങ്ങളൊക്കെ ഒന്ന് വന്നിട്ടുണ്ടല്ലോ. ഭിന്നശേഷിക്കാരനായ ചെറുപ്പക്കാരനെ പുറകിൽ നിന്ന് ചവിട്ടി മറിക്കുന്നതിൻ്റെ അപ്പോഴൊക്കെ പോലീസിൻ്റെ ഈ ആവേശം എവിടെയായിരുന്നു?
കോഴിക്കോട് സമരം ഉണ്ടായപ്പോൾ പോലീസ് ആ പെൺകുട്ടികളെ ചേർത്ത് പിടിച്ചിട്ട് തേന്, പാല്, കരയല്, മുത്ത് എന്നൊക്കെ പറയുന്ന പോലീസിന്റെ സമീപനം യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളെ നേരെ ആൺ പോലീസ് എന്നിട്ട് കുട്ടികളെ ഡ്രസ്സ് വലിച്ചു കീറുമ്പോൾ എവിടെയായിരുന്നു? വേറെ ഒരുത്തനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ SFIയുടെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എന്തായിരുന്നു പോലീസിന്റെ സമീപനം? വാ മോനെ, ഒന്നുമില്ല വാ, ഞാൻ നോക്കിക്കോളാം. ചേർത്ത് പിടിച്ച് സംരക്ഷണ കവചം ഒരുക്കുന്ന പോലീസ് റെഡ് വളണ്ടിയർമാരെ പോലെയാണ് അവിടെ പോലീസ് പെരുമാറിയത്. ഇവിടെ ഗുണ്ടകളെ പോലെ, പോലീസിനെ പോലെ പെരുമാറട്ടെ പോലീസ്. അപ്പൊ ഞങ്ങൾ നിയമം അംഗീകരിക്കാൻ തയ്യാറാണ്. അല്ല, ഇവിടുന്ന് ആരെയും സുഗമമായിട്ട് ഇവിടുന്ന് ആരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അവർ അനുവദിക്കുന്ന പ്രശ്നമില്ല. അല്ല, അവർക്ക് അങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ട്. ഇച്ചിരി അത്യാഗ്രഹമാണ്. കാരണം